കൊച്ചിയിലെ അർജന്റീന ഓസ്ട്രേലിയ പോരാട്ടത്തിന് ശക്തമായ സുരക്ഷ ഒരുക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. കാണികളുടെ എണ്ണത്തിൽ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരം അന്തിമ തീരുമാനമെടുക്കും. ജില്ലയിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്നും കൂടുതൽ സിസിടിവികളും ഡ്രോണുകളും സുരക്ഷയ്ക്കായി ഒരുക്കുമെന്നും പുട്ട വിമലാദിത്യ പറഞ്ഞു. പ്രധാനപ്പെട്ട വകുപ്പുകാർ ചെയ്യേണ്ട എല്ലാ ജോലികൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോർഡിനേഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും മറ്റ് പോലീസ് വകുപ്പ് എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഈ മാസാവസാനത്തോടുകൂടി ഇതിനാവശ്യമുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തീർക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ വകുപ്പുകളെയും ഉൾപ്പെടുത്തി അവലോകന യോഗം ചേർന്നു. റിപ്പോർട്ടർ MD ആൻഡ്രൂ അഗസ്റ്റിനും യോഗത്തിൽ പങ്കെടുത്തു. അർജുൻ മട്ടന്നൂരുണ്ട് വിശദാംശങ്ങളുമായി. അർജുൻ, ഇനി ഈ ആരാധകരുടെ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എത്രത്തോളം സുരക്ഷ ഒരുക്കുമെന്നാണ് ഈ വിദഗ്ധ സമിതി റിപ്പോർട്ട് കൂടി പരിഗണിച്ച് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത്? എത്രത്തോളം ശക്തമായ സുരക്ഷ ഒരുക്കുമെന്നാണ് പ്രതികരണം? ആര്യ, മെസ്സിയും സംഘവും കേരളത്തിലേക്ക് എത്താൻ ഇനി ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂ. ഒരുക്കങ്ങൾ തകൃതിയായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് സ്റ്റേഡിയത്തിന്റെ നവീകരണം ഉൾപ്പെടെയുള്ള പണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 70 കോടി രൂപ ചെലവിട്ടുകൊണ്ട് സ്റ്റേഡിയം പൂർണ്ണമായും അന്താരാഷ്ട്ര നിലവാരത്തിൽ ഫിഫ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പുതുക്കി പണിയുകയാണ്. എന്തായാലും ഇപ്പോൾ ഈ മത്സരവുമായി ബന്ധപ്പെട്ട മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഉള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങളാണ് ഇന്ന് വിലയിരുത്തിയത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. DCPമാർ ഒപ്പം ACPമാർ മറ്റ് വിവിധ വകുപ്പുകളുടെ പ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ആൻഡ്രൂ അഗസ്റ്റിനും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ കാണികളുടെ എണ്ണത്തിലടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. ഇത് വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഈ കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്തുക. ഒപ്പം തന്നെ കനത്ത സുരക്ഷയായിരിക്കും ഒരുക്കുക എന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ വേണം എന്നതുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുടെ ആവശ്യങ്ങൾ കേൾക്കുകയായിരുന്നു ഇന്ന് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതനുസരിച്ച് വരും ദിവസങ്ങളിൽ തന്നെ ഈ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ഒരുക്കാൻ കഴിയും. ഈ മാസം അവസാനത്തോടുകൂടി പൂർണ്ണമായും സജ്ജമാകും എന്നാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മെസ്സിക്ക് വേണ്ടി ആവശ്യത്തോടുകൂടി കാത്തിരിക്കുകയാണ് മലയാളികൾ, ഒപ്പം തന്നെ ഫുട്ബോൾ പ്രേമികൾ. ഒരുക്കങ്ങളും തകൃതിയായി മുന്നോട്ട് പോകുന്നുണ്ട്. കൃത്യമായ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കും എന്ന് തന്നെയാണ് അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.